അതായത് ലോകത്തിലെ ഏതൊരു കമോഡിറ്റിക്കും അല്ലെങ്കിൽ ഏതൊരു അസംസ്കൃത വസ്തുവിനും പകരമായി ഉപയോഗിക്കാൻ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എന്നാൽ വെള്ളത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. വെള്ളത്തിന് പകരമായി ഉപയോഗിക്കാൻ ഈ ഭൂമിയിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇനി ഞെട്ടിക്കുന്നൊരു കണക്ക് എന്താണെന്നാൽ വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഫോർച്യൂൺ ബിസിനസ് ഇൻസൈറ്റ്സിന്റെയും റിപ്പോർട്ടുകൾ പ്രകാരം വരും വർഷങ്ങളിൽ ആഗോളതലത്തിൽ ശുദ്ധജലത്തിന്റെ ഡിമാൻഡ് അതിന്റെ സപ്ലൈയേക്കാൾ 40% കൂടുതലായിരിക്കും. അതായത് ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ ഭൂമിക്ക് കഴിയില്ല, എന്നാൽ വാങ്ങാൻ ആളുകൾ ക്യൂ നിൽക്കുകയും ചെയ്യും. ChatGPTയോട് നമ്മൾ ഈ പ്ലീസും താങ്ക്യൂം ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ശുദ്ധജലത്തിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും എന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ആ വീഡിയോ കണ്ടിട്ട് ഒരാൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് അയച്ചു. താൻ പറയുന്നത് വെച്ച് നോക്കിയാൽ ഇനി വരാനിരിക്കുന്ന ഏറ്റവും വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെ വെള്ളമാണെന്ന് തോന്നുന്നല്ലോ, അതിനാണല്ലോ കൂടുതൽ ഡിമാൻഡ് എന്നൊക്കെ. ഒന്നാലോചിച്ചപ്പോൾ ശരിയല്ലേന്ന് എനിക്കും തോന്നി. കാരണം നമ്മളോട് ആരെങ്കിലും ഇനി എന്തിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, കൂടുതൽ സാധ്യതകളുള്ള ബിസിനസ് ഏതൊക്കെ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്തൊക്കെയാകും? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ ബഹിരാകാശ ടൂറിസം എന്നൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷെ സത്യത്തിൽ അതുക്കും മേലെ നിൽക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, ബ്ലൂ ഗോൾഡ് അഥവാ നമ്മുടെ സ്വന്തം ശുദ്ധജലം. വെള്ളം എങ്ങനെ ഒരു ബിസിനസ് ആകുമെന്ന് ചോദിക്കാൻ വരട്ടെ. വാൾ സ്ട്രീറ്റിലെ വമ്പൻ ഇൻവെസ്റ്റേഴ്സും ലോകത്തിലെ വൻകിട കോർപ്പറേറ്റുകളും ഇപ്പോൾ നിശബ്ദമായി അവരുടെ കോടികൾ ഇറക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വളരെ നിസ്സാരമായി പാഴാക്കി കളയുന്ന ഈ വെള്ളം വരും കാലത്ത് സ്വർണത്തേക്കാൾ വലിയൊരു ബിസിനസ് കമോഡിറ്റി ആവാൻ പോകുന്നു. അതെങ്ങനെ എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. വീഡിയോ അവസാനം വരെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്കും ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ കിട്ടിയാലോ. സോ വെൽക്കം ടു ദി പ്രോഫിറ്റ് ന്യൂസ്. നമുക്ക് ആദ്യം തന്നെ ആ ഇൻസ്റ്റഗ്രാം മെസ്സേജിന് കാരണമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും വെള്ളത്തിൻ്റെയും കണക്കുകളിലേക്ക് വരാം. ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ChatGPTയും മിഡ്ജേണിയും പോലുള്ള വൻകിട AI സിസ്റ്റംസ് കാരണം ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഡിമാൻഡ് എത്ര ഭയങ്കരമായിട്ടാണ് കൂടുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും. ഇന്ന് ലോകം ഭരിക്കുന്ന വലിയ ടെക് കമ്പനികൾക്ക് അവരുടെ വമ്പൻ ഡേറ്റാ സെൻ്ററുകൾ തണുപ്പിച്ചു നിർത്തണമെങ്കിൽ കോടിക്കണക്കിന് ലിറ്റർ ശുദ്ധജലം വേണം. അതായത് ടെക്നോളജി എത്രത്തോളം അഡ്വാൻസ്ഡ് ആകുന്നു അത്രത്തോളം വലിയ തോതിൽ ഇവർക്ക് വെള്ളം ആവശ്യമായി വരുമെന്ന്. ബിസിനസ് കണ്ണിലൂടെ നോക്കിയാൽ ഇവിടെ വെള്ളത്തിൻ്റെ ഡിമാൻഡ് റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നുണ്ട്. ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായും അതൊരു വമ്പൻ ബിസിനസ് സാധ്യതയായി മാറുകയും ചെയ്യും. ഇനി നമുക്കിതിൻ്റെ പ്യുവർ ബിസിനസ് ആൻഡ് എക്കണോമിക്സ് വശം പരിശോധിക്കാം. ലോകത്തെ എണ്ണവില കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സോളാർ എനർജിയിലേക്കും ഇലക്ട്രിക് വണ്ടികളിലേക്കും ഒക്കെ പതുക്കെ മാറാൻ തുടങ്ങി. കോപ്പറിന് വില കൂടിയപ്പോൾ നമ്മൾ അലൂമിനിയം ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ലോകത്തിലെ ഏതൊരു കമോഡിറ്റിക്കും അല്ലെങ്കിൽ ഏതൊരു അസംസ്കൃത വസ്തുവിനും പകരമായി ഉപയോഗിക്കാൻ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എന്നാൽ വെള്ളത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. വെള്ളത്തിന് പകരമായി ഉപയോഗിക്കാൻ ഈ ഭൂമിയിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മനുഷ്യന് കുടിക്കാനും കൃഷി ചെയ്യാനും ഫാക്ടറികൾ ഓടിക്കാനും വെള്ളം തന്നെ വേണം. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് 0 സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഉള്ളത്. ഇനി ഒരു ബേസിക് ജോഗ്രഫിയൊക്കെ അറിയാവുന്നവർക്ക് അറിയാം, ഭൂമിയിലെ ആകെ വെള്ളത്തിൻ്റെ 97.5% കടലിലെ ഉപ്പുവെള്ളമാണ്. അത് നമുക്ക് നേരിട്ട് കുടിക്കാനോ കൃഷിക്കോ വ്യവസായങ്ങൾക്കോ ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള 2.5% മാത്രമാണ് ശുദ്ധജലം അഥവാ ഫ്രഷ് വാട്ടർ. അതിൽ തന്നെ ഭൂരിഭാഗവും ആർട്ടിക്കിലെയും അന്റാർട്ടിക്കിലെയും വൻ മഞ്ഞുമലകളിൽ മരവിച്ച് കിടക്കുകയാണ്. നമുക്ക് ആകെ ഉപയോഗിക്കാൻ കിട്ടുന്നത് വെറും 1% താഴെ വരുന്ന പുഴകളിലെയോ തടാകങ്ങളിലെയോ വെള്ളവും ഭൂഗർഭജലവും ഒക്കെയാണ്. ഇനി ഞെട്ടിക്കുന്നൊരു കണക്ക് എന്താണെന്നാൽ വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഫോർച്യൂൺ ബിസിനസ് ഇൻസൈറ്റ്സിന്റെയും റിപ്പോർട്ടുകൾ പ്രകാരം വരും വർഷങ്ങളിൽ ആഗോളതലത്തിൽ ശുദ്ധജലത്തിന്റെ ഡിമാൻഡ് അതിന്റെ സപ്ലൈയേക്കാൾ 40% കൂടുതലായിരിക്കും. അതായത് ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ ഭൂമിക്ക് കഴിയില്ല, എന്നാൽ വാങ്ങാൻ ആളുകൾ ക്യൂ നിൽക്കുകയും ചെയ്യും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത്. കാരണം ഒരു സാധനത്തിന് ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്താൽ അതിൻ്റെ മൂല്യം റോക്കറ്റ് പോലെ പോകും. നിലവിൽ ലോകത്തിലെ വാട്ടർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം $400 ബില്യൺ. എന്നാൽ വരും വർഷങ്ങളിൽ ഇത് $780 ബില്യൺ, അതായത് ഏകദേശം 65 ലക്ഷം കോടി രൂപയുടെ വമ്പൻ ഇൻഡസ്ട്രിയായി മാറുമെന്നാണ് പ്രൊജക്ഷനുകൾ പറയുന്നത്. ശരി, അങ്ങനെയെങ്കിൽ ഈ ഒരു വലിയ പ്രതിസന്ധിയെ ബിസിനസ്സുകാർ എങ്ങനെയാണ് പണമാക്കി മാറ്റുന്നത്? പലരും വിചാരിക്കുന്നത് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന 20 രൂപയുടെ കുപ്പിവെള്ളം വിൽക്കുന്നതാണ് വലിയ ബിസിനസ് എന്നാണ്. അല്ല, അത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. യഥാർത്ഥ പണം കിടക്കുന്നത് നമ്മൾ സാധാരണക്കാർ കാണാത്ത 3 വലിയ ബിസിനസ് മേഖലകളിലാണ്. ഒന്നാമത്തെ മേഖല സ്മാർട്ട് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ അഥവാ സ്മാർട്ട് ടെക്. ഇന്ന് ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ പമ്പ് ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ 30 മുതൽ 40% വരെ ഭൂമിക്കടിയിലെ പൈപ്പുകളിലെ ചോർച്ച കാരണം പാഴായി പോവുകയാണ് ചെയ്യാറ്. ഇതിനെയാണ് വാട്ടർ ഇൻഡസ്ട്രിയിൽ നോൺ റവന്യൂ വാട്ടർ എന്ന് വിളിക്കുന്നത്. അതായത് പമ്പ് ചെയ്യാൻ കാശ് ചെലവായി, പക്ഷെ ഉപഭോക്താവിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടിയോ? കിട്ടിയില്ല.
ഈ നഷ്ടം ഒഴിവാക്കാൻ വലിയ വാട്ടർ അതോറിറ്റികളും ഗവൺമെൻറ്റുകളും ഇപ്പോൾ കോടികളാണ് ചിലവഴിക്കുന്നത്. പൈപ്പുകളിലെ പ്രഷർ അളക്കാനുള്ള IoT സെൻസറുകൾ, എവിടെയാണ് ലീക്കെന്ന് കൃത്യമായി കണ്ടുപിടിക്കുന്ന AI അൽഗോരിതങ്ങൾ, സ്മാർട്ട് വാട്ടർ മീറ്ററുകൾ എന്നിവ നിർമ്മിക്കുന്ന ടെക് കമ്പനികൾക്ക് ഇന്ന് വൻ ഡിമാൻഡാണ്. ഈ ഒരു ഒറ്റ മാർക്കറ്റ് മാത്രം $47 ബില്യൺ വളരുന്നത്. ഇനി രണ്ടാമത്തെ മേഖല, ഇൻഡസ്ട്രിയൽ വാട്ടർ റീസൈക്ലിംഗ്. വരും കാലങ്ങളിൽ പുതിയ ഫാക്ടറികൾ തുടങ്ങണമെങ്കിൽ ഗവൺമെൻറ്റുകൾ ഒരു നിബന്ധന വയ്ക്കും. നിങ്ങൾക്ക് പുറത്തുനിന്ന് പുതിയ വെള്ളം നൽകില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം 100% റീസൈക്കിൾ ചെയ്ത് നിങ്ങളുടെ ഫാക്ടറിക്കുള്ളിൽ തന്നെ വീണ്ടും ഉപയോഗിക്കണം. ഇതിനെയാണ് ക്ലോസ്ഡ് ലൂപ്പ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടർ ചിപ്പുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾക്ക് സാധാരണ വെള്ളം പോരാ. അവർക്ക് അൾട്രാ പ്യുവർ വാട്ടർ വേണം, ഒരിറ്റ് പോലും അഴുക്കില്ലാത്ത വെള്ളം. ഇങ്ങനെയുള്ള വലിയ റീസൈക്ലിംഗ് പ്ലാന്റുകളും അൾട്രാ പ്യുവർ വാട്ടർ ഫിൽട്രേഷൻ സാങ്കേതിക വിദ്യകളും കോർപ്പറേറ്റുകൾക്ക് ഡിസൈൻ ചെയ്തു നൽകുന്ന ബിസിനസ്സുകൾക്ക് വരും കാലത്ത് വൻ ഡിമാൻഡായിരിക്കും. മൂന്നാമത്തെ മേഖല, പ്രീമിയം കൺസ്യൂമർ മാർക്കറ്റ്. നമ്മുടെ നാട്ടിലെ കാര്യം തന്നെ എടുക്കാം. പണ്ടൊക്കെ വീട്ടിൽ വരുന്നവർക്ക് നമ്മൾ കിണറ്റിലെ വെള്ളമാണ് കോരിക്കൊടുത്തിരുന്നത്. എന്നാൽ ഇന്ന് ഭൂരിഭാഗം വീടുകളിലും പ്യൂരിഫയറുകളുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ബോട്ടിൽഡ് വാട്ടർ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ശുദ്ധമായ കുടിവെള്ളം കിട്ടുക എന്നത് വലിയൊരു ആഡംബരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ബോട്ടിൽഡ് വാട്ടർ മാർക്കറ്റ് മാത്രം 2032 ഏകദേശം 90,000 കോടി രൂപയ്ക്ക് മുകളിലേക്ക് വളരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ തന്നെ സാധാരണ വെള്ളത്തിന് പകരം ആൽക്കലൈൻ വാട്ടർ, വൈറ്റമിൻ അടങ്ങിയ ഫങ്ഷണൽ വാട്ടർ തുടങ്ങിയ പ്രീമിയം കാറ്റഗറിക്കാണ് ഇപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡ് കൂടി വരുന്നത്. ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു സെക്ടർ വലിയ രീതിയിൽ വളരാൻ പോവുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ഇതിൽ നിന്ന് എങ്ങനെ ലാഭമുണ്ടാക്കാം? നമ്മൾ പോയി പുഴകളോ കുളങ്ങളോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി വിലയ്ക്ക് വാങ്ങാൻ പറ്റുമോ? പറ്റില്ല. ലീഗലായി വളരെ സേഫായി നമുക്ക് ഈ ഒരു ആഗോള വിപ്ലവത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കും. അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ ആഗോളതലത്തിൽ വാട്ടർ ടെക്നോളജിയും സ്മാർട്ട് പമ്പിങ്ങും നിയന്ത്രിക്കുന്ന കമ്പനികളുടെയോ അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റിലെ വമ്പന്മാരായ അന്താരാഷ്ട്ര കമ്പനികളുടെയോ ഓഹരികളൊക്കെയോ ഒന്ന് പഠിക്കാവുന്നതാണ്. ഇനി എനിക്കൊരു പ്രത്യേക കമ്പനിയിൽ മാത്രം പണം ഇറക്കാൻ പേടിയാണ്, റിസ്ക് കുറയ്ക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷനാണ് വാട്ടർ ETFs. ഈ ഫണ്ടുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും മികച്ച 30 മുതൽ 50 വരെയുള്ള വാട്ടർ ടെക്നോളജി കമ്പനികളുടെ ഓഹരികൾ അവർ വാങ്ങി ഒരു ബാസ്ക്കറ്റാക്കി മാറ്റും. നമ്മൾ ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പണം ഈ കമ്പനികളിലേക്ക് ഒരേ സമയം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കുറവായിരിക്കും. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വരികയാണെങ്കിൽ വൻകിട വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ നിർമ്മിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ, വാട്ടർ പൈപ്പുകളും പമ്പുകളും മാനുഫാക്ചർ ചെയ്യുന്ന മുൻനിര ബ്രാൻഡുകൾ എന്നിവയുടെ ഓഹരികൾ വരും കാലത്തേക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവസരമായി മാറിയേക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, പണ്ട് കാലത്ത് അമേരിക്കയിൽ വലിയ സ്വർണ്ണ ഖനനത്തിൻ്റെ ട്രെൻഡ് ഉണ്ടായപ്പോൾ സ്വർണം തിരഞ്ഞ് കാട് കയറിയ ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ആ കാലത്ത് യഥാർത്ഥ കോടീശ്വരന്മാരായത് ആരാണെന്നറിയാമോ? ആ സ്വർണം കുഴിക്കാൻ വന്നവർക്ക് മണ്ണു മാന്താനുള്ള തൂമ്പയും പിക്കാസും ജീൻസും ഒക്കെ വിറ്റ് സ്മാർട്ടായ ബിസിനസ്സുകാർ. അതുപോലെ തന്നെയാണ് ഈ വെള്ളത്തിൻ്റെ കാര്യവും. വരാൻ പോകുന്ന കാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ശുദ്ധജലത്തിൻ്റെ ക്ഷാമമാണെങ്കിൽ ആ പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ ടെക്നോളജിയും ടൂളുകളും നിർമ്മിക്കുന്ന കമ്പനികളായിരിക്കും വരും തലമുറയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് വെറുമൊരു വെള്ളമല്ല, വരും കാലത്തെ ബ്ലൂ ഗോൾഡാണെന്ന്. ഇനി എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. മനുഷ്യൻ്റെ ജീവന് ഏറ്റവും അത്യാവശ്യമായ കുടിവെള്ളം പോലും വരും കാലത്ത് കോർപ്പറേറ്റുകളുടെ കയ്യിലെ കോടികളുടെ ബിസിനസ് കമ്മോഡിറ്റിയായി മാറുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരത്തിലുള്ള ഐഡിയകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടി സംസാരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ, ഈ കോണ്ടന്റ് നിങ്ങൾക്കൊരു പുതിയ ആംഗിൾ തന്നുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ.